Good morning, students. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ സുപ്രധാനമായ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കി, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അപചയ സീമാന്ത ഉപയുക്തത നിയമം. ഇന്നത്തെ സെഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തിലെ നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലോ ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കുന്നതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ഡിമാൻഡ്. ഒരു വസ്തുവിൻ്റെ ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ഡിമാൻഡിനെ വിളിക്കുന്ന പേര് ചോദനം എന്നാണ്. സോ ഒരു വസ്തുവിൻ്റെ ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി? അതാദ്യം മനസ്സിലാക്കണം, എന്നിട്ട് നമുക്ക് ലോ ഓഫ് ഡിമാൻഡിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. സോ വാട്ട് യു മീൻ ബൈ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി? ഒരു വസ്തുവിൻ്റെ ചോദനം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി that a consumer is willing to buy and is able to afford given the price of the commodity and the income of the consumer is called the demand for that commodity. ഒരു വസ്തു ചോദനം ചെയ്യണമെങ്കിൽ അഥവാ ഒരു വസ്തു നമ്മൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ വസ്തുവിനോട് ആദ്യം ഒരു താല്പര്യം വേണം. ദാറ്റ് മീൻസ് ഒരു വില്ലിങ്നെസ് വേണം, വാങ്ങാനുള്ള ഒരു ഡിസയർ വേണം. സോ ആദ്യം നമുക്ക് വേണ്ടത്, ഒരു വസ്തു ചോദനം ചെയ്യാൻ നമുക്ക് വേണ്ടത് വില്ലിങ്നെസ് ആണ്. ദ കൺസ്യൂമേഴ്സ് മസ്റ്റ് ഹാവ് ദ ഡിസയർ ഓർ കൺസ്യൂമർ മസ്റ്റ് ഹാവ് ദ വില്ലിങ്നെസ് ടു ബൈ ദാറ്റ് ഗുഡ്. ആ വസ്തു വാങ്ങാൻ ഒരു ആഗ്രഹം വേണം. ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ട മറ്റൊന്ന് സാധനമാണ് ദ എബിലിറ്റി ടു പേ. അത് വാങ്ങാനുള്ള കഴിവും നമുക്ക് വേണം. So next is able to afford. That is not ability. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ആണ് ഒരു വസ്തുവിൻ്റെ ചോദനം സംഭവിക്കുന്നത്. ഒരു വസ്തു കൺസ്യൂമർ വാങ്ങുന്നത് അഥവാ ഒരു വസ്തു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത്. ഒരു വസ്തു ആകാം, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ അളവ്. ഡിമാൻഡ് ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, വാങ്ങാനുള്ള ഡിസയർ. അപ്പൊ ഡിമാൻഡ് സംഭവിക്കണമെങ്കിൽ എന്തെല്ലാം സംഭവിക്കണം? ഡിസയർ വേണം അഥവാ വില്ലിങ്നെസ് വേണം, പ്ലസ് എബിലിറ്റി, ഏബിൾ ടു അഫോർഡ്. എബിലിറ്റി, ഡിസയർ പ്ലസ് എബിലിറ്റി. ഈ ഡിസയറും എബിലിറ്റിയും കൂടി കൂടുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെ ചോദനം സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ആൻഡ് ഈസ് ഏബിൾ ടു അഫോർഡ് ഗിവൺ ദ പ്രൈസ് ഓഫ് ദാറ്റ് കമോഡിറ്റി ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് കോൾഡ് ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കമോഡിറ്റി. മലയാളത്തിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിലവിലുള്ള വിലയ്ക്ക് ഉപഭോക്താവിൻ്റെ കൈവശമുള്ള വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ചോദനം എന്ന് പറയുന്നത്. നിലവിലുള്ള വിലയ്ക്ക് കൺസ്യൂമറിൻ്റെ കൈവശമുള്ള വരുമാനം ഉപയോഗിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചോദനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സപ്പോസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഇൻകം ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എം. സപ്പോസ് എം ഈസ് ഈക്വൽ ടു 40. ഒരു കൺസ്യൂമറിന്റെ വരുമാനം 40 രൂപയാണെന്ന് സങ്കല്പിക്കുക. ഇദ്ദേഹം കൺസ്യൂം ചെയ്യുന്നത് ഓറഞ്ചസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഈ ഡിമാൻഡ്സ് ഓറഞ്ചസ്. He demands oranges. So the price of oranges
PO എന്ന് കൊടുക്കാം, is rupees 20 per kilogram. ഓറഞ്ചിന്റെ വില ഇവിടെ തന്നിട്ടുണ്ട്. 1 കിലോ ഓറഞ്ചിന് 20 രൂപ. കൺസ്യൂമറുടെ കയ്യിൽ 40 രൂപയുണ്ട്. ഓക്കെ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ is rupees 40 and the price of 1 kilogram of orange is rupees 20. Suppose the consumer demands 2 kilogram oranges. Consumer 2 kilogram orange ആണ് കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്, വാങ്ങുന്നത്. സോ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. സോ പ്രൈസ് ഓഫ് orange is 20. Price of orange is 20 per kilogram. ഒരു കിലോഗ്രാമിലാണ് നോട്ട് ചെയ്യുന്നത്, 20 ആണ് 1 കിലോഗ്രാം ഓറഞ്ചിന്. ആൻഡ് കൺസ്യൂമർ ക്വാണ്ടിറ്റി കിലോഗ്രാമിലാണ്, 2 കിലോഗ്രാം ഓറഞ്ച് വാങ്ങുന്നു. സോ ദിസ് ഈസ് ദ ഡിമാൻഡ് ഫോർ ദാറ്റ് ഓറഞ്ച്. നിലവിലുള്ള വില, കൺസ്യൂമറുടെ കയ്യിലുള്ള വരുമാനം. കൺസ്യൂമറുടെ കയ്യിലുള്ള വരുമാനവും നിലവിലുള്ള വിലയും അങ്ങനെയാകുമ്പോൾ കൺസ്യൂമർ ചോദനം ചെയ്യുന്ന ഓറഞ്ചിന്റെ അളവ് എത്രയാണ്, 2 കിലോ. സോ ദിസ് ഈസ് ഡിമാൻഡ്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ദ കൺസ്യൂമർ given the prices of these oranges and his income. It is known as, or it is called the demand for the commodity. ഇപ്പോൾ നിലവിലുള്ള വിലയ്ക്ക് ഉപഭോക്താവിൻ്റെ വരുമാനം ഉപയോഗിച്ച് ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ഡിമാൻഡ് ഫോർ ഓറഞ്ചസ് ഈസ് 2 kilogram. Price of oranges is 20 per kilogram. And his income is rupees 40. So that is all about demand. ചോദനം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തുവിൻ്റെ ചോദനം പ്രധാനമായിട്ടും കുറേ ഘടകങ്ങൾ, കുറേ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. The demand for a commodity depends upon several factors. Some of the factors are, ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരു വസ്തുവിൻ്റെ ചോദനം അല്ലെങ്കിൽ ചോദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ഓഫ് ദ ഗുഡ്. ഏത് വസ്തുവാണോ വാങ്ങുന്നത് ആ വസ്തുവിൻ്റെ വില ഒരു സുപ്രധാനമായ ഘടകമാണ്. ഇയർ നമ്മൾ എക്സാമ്പിൾ എടുത്തത് ഓറഞ്ചസ് ആണ്. സോ ഓറഞ്ചസിൻ്റെ വില ചോദനത്തെ സ്വാധീനിക്കുന്നതാണ്. രണ്ടാമത് പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, മറ്റു വസ്തുക്കളുടെ വില. വിപണിയിൽ ലഭ്യമായ മറ്റു ഫ്രൂട്ട്സിൻ്റെ, നമ്മൾ ഓറഞ്ചസിൻ്റെ കേസാണ് എടുക്കുകയാണെങ്കിൽ മറ്റു ഫ്രൂട്ട്സിൻ്റെ വിലയും ഈ ചോദനത്തെ ബാധിക്കുന്നു, ചോദനത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് third one is income of the consumer. കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൺസ്യൂമറുടെ വരുമാനം കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് കൺസ്യൂമർ വാങ്ങുന്ന അല്ലെങ്കിൽ ചോദനം ചെയ്യുന്ന ആ അളവിലൊക്കെ മാറ്റം വരാം. സോ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദെൻ ദ ഫോർത്ത് വൺ ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അതായത് കൺസ്യൂമറുടെ അഭിരുചി, താല്പര്യങ്ങൾ, ഇതെല്ലാം കൺസ്യൂമറുടെ ഡിമാൻഡിനെ ബാധിക്കും, ഉപഭോക്താവിൻ്റെ ചോദനത്തെ ബാധിക്കും. സോ ഉപഭോക്താവിൻ്റെ ചോദനത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സാണ് നമ്മളിവിടെ നോട്ട് ചെയ്തത്. തിയറി ഓഫ് ഡിമാൻഡ് സംബന്ധമായിട്ടും ഈ ഫാക്ടേഴ്സ് സംബന്ധമായിട്ടും ഇനി വരുന്ന പാഠഭാഗങ്ങളിൽ വളരെ, ഈ ചാപ്റ്ററിൽ തന്നെ ഇനി വരുന്ന ഭാഗങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവിടെ
ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കണ്ടു. ഡിമാൻഡിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ്: പ്രൈസസ് ഓഫ് ദ ഗുഡ്, പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഇവിടെ ഈ 3 ഘടകങ്ങൾ, അതായത് പ്രൈസസ് ഓഫ് അതർ ഗുഡ്സും ഇൻകം ഓഫ് ദ കൺസ്യൂമറും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഇതിനെ നമ്മൾ ഗിവൺ, അതാ ദിസ് ഈസ് കോൺസ്റ്റന്റ്, ഇത് സ്ഥിരമാണെന്ന് സങ്കല്പിക്കുകയാണ്. നോ ചേഞ്ച് അറ്റ് ഓൾ, ഇതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല നമ്മൾ സങ്കല്പിക്കുന്നു. പ്രൈസ് ഓഫ് ദ ഗുഡ്, അതായത് ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വിലയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡും ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന്റെ വിലയും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. So once more, these are the 4 factors which affects the demand of a commodity. ഒരു വസ്തുവിന്റെ ചോദനത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രൈസ് ഓഫ് ദ ഗുഡും പ്രൈസ് ഓഫ് അതർ ഗുഡ്സും ഇൻകം ഓഫ് ദ കൺസ്യൂമറും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും. ഇതിൽ പ്രൈസ് ഓഫ് ദ ഗുഡിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ എടുത്തത് ഓറഞ്ചിനെയാണ്. ഓറഞ്ചിന്റെ വിലയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മറ്റ് 3 ഫാക്ടേഴ്സിലും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ് കോൺസ്റ്റന്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ കോൺസ്റ്റന്റ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ ദ കമോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് ദാറ്റ് കമോഡിറ്റി? ആ വസ്തുവിന്റെ വിലയും ആ വസ്തുവിന്റെ ചോദനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയിരിക്കും? നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയിരിക്കും? എപ്പോഴാണ് കൺസ്യൂമർ കൂടുതൽ ഓറഞ്ച് വാങ്ങുക? സപ്പോസ് നമ്മൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഷെഡ്യൂൾ, ഒരു ഡിമാൻഡ് ടേബിൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. ഓറഞ്ചസിന്റെ ഡിമാൻഡ് ഷെഡ്യൂൾ. First column is price of the orange and second column is quantity demanded. ചോദനം ചെയ്യുന്ന ഓറഞ്ചിന്റെ അളവ്. ഓക്കെ, സപ്പോസ് ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഓറഞ്ച് ഈസ് 20. നമ്മൾ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ ആണ്. ഓറഞ്ചിന് 1 കിലോ ഓറഞ്ചിന് 20 രൂപ. ആ ഘട്ടത്തിൽ കൺസ്യൂമർ 2 കിലോ ഓറഞ്ച് വാങ്ങുന്നു. ഓക്കെ, സപ്പോസ് ദ പ്രൈസ് ഓഫ് ഓറഞ്ചസ് ചേഞ്ചസ്. നമുക്കിവിടെ ഓറഞ്ചിന്റെ വില കുറയുക എന്ന് വിചാരിക്കാം. സപ്പോസ് ഇറ്റ് ഫാൾസ് ടു 10 rupees. 1 കിലോഗ്രാമിന് 10 രൂപയായി മാറും. എന്തായിരിക്കും ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് ചെയ്യുക? ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റ് ഘടകങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. Which are the other factors? Other factors നമ്മൾ നേരത്തെ കണ്ടു. വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ, ഈ ഓറഞ്ചിന്റെ വിലയല്ലാത്ത മറ്റു ഘടകങ്ങൾ, അതായത് മറ്റു ഫ്രൂട്ട്സിന്റെ വിലകൾ, പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിന്റെ വരുമാനം, ഉപഭോക്താവിന്റെ അഭിരുചി, താല്പര്യങ്ങളും, അതിനൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. മാറുന്നത് എന്തുമാത്രമാണ്? ഓറഞ്ചിന്റെ വില മാത്രം. സപ്പോസ് ഇറ്റ് ഫാൾസ് ടു 10, 20 നിന്ന് 10 മാറി. എന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? കൺസ്യൂമർ കൂടുതൽ അളവ് ഓറഞ്ച് വാങ്ങും. വില കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമർ ഡിസൈഡ് ചെയ്യണം, വില കുറഞ്ഞു, എന്നാൽ നമുക്ക് ഓറഞ്ച് ഒരു 3 കിലോഗ്രാം വാങ്ങാം. അങ്ങനെയായിരിക്കും ഒരു ഉപഭോക്താവ് ചിന്തിക്കുക. വില കുറയുമ്പോൾ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടുന്നു. Again the price falls to 5 rupees. 1 കിലോഗ്രാമിന് 5 രൂപയെ കുറഞ്ഞു. നാച്ചുറലി ഒരു കൺസ്യൂമർ എന്ത് ചെയ്യും? കൺസ്യൂമർ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടി 4. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ടേബിൾ നമുക്ക് ഒന്ന് ശരിക്കും അനലൈസ് ചെയ്യാം. ഈ ടേബിളിൽ നിന്ന് കൃത്യമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? When the price of the commodity falls, ഒരു വസ്തുവിന്റെ വില കുറയുമ്പോൾ
ഇവിടെ നമ്മൾ കണ്ടു 1 കിലോഗ്രാം ഓറഞ്ചിന് 20 രൂപയിൽ നിന്ന് 10 രൂപയായി, 10 രൂപയിൽ നിന്ന് 5 രൂപയായി കുറയുമ്പോൾ ഉപഭോക്താവ് ആ വസ്തു വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടുന്നു. The quantity of that commodity the consumer purchases will increase. ഉപഭോക്താവ് ആ വസ്തു ചോദനം ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടുന്നു. 20 കിലോഗ്രാം ആയപ്പോൾ 20 രൂപയായപ്പോൾ 2 കിലോഗ്രാം വാങ്ങുന്ന ആ കൺസ്യൂമർ ശ്രദ്ധിച്ചു നോക്കൂ. 10 രൂപയായി കുറഞ്ഞപ്പോൾ അളവ് കൂട്ടി 3 കിലോഗ്രാം, 5 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ അളവ് കൂട്ടി 4 കിലോഗ്രാം. ഇവിടെ നമ്മൾ കാണുന്നത് വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗുഡിൻ്റെ വില കുറയുമ്പോൾ കൺസ്യൂമർ ആ വസ്തു കൂടുതൽ വാങ്ങാൻ ശ്രമിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കാം. when price per kilogram of orange is ₹5, consumer demands 4 kilogram of oranges. When price increased to 10, he reduces his purchase. 3 കിലോഗ്രാം ആയിട്ട് കുറച്ചു. പ്രൈസ് 20 രൂപയായി കൂടിയപ്പോൾ 2 കിലോഗ്രാം ആയിട്ട് കുറച്ചു. അപ്പോൾ വില കൂടുമ്പോൾ കൺസ്യൂമർ എന്താണ് ചെയ്യുന്നത്? വില കൂടുമ്പോൾ കൺസ്യൂമർ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇവിടെ സുപ്രധാനമായ ഒരു നിയമമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ നിയമമാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താണ് ആ നിയമം പ്രതിപാദിക്കുന്നത്? The law of demand states that other things remaining same, the price of the commodity and its demand varies inversely. മറ്റൊന്നിനും ഒരു മാറ്റവുമില്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദനത്തിൻ്റെ അളവും വിപരീത ദിശയിലായിരിക്കും. That means when price increases, quantity demanded decreases. And when price decreases, quantity demanded increases. So the law of demand states that other things remaining same, the quantity demanded of a commodity and its price varies inversely. ഇവിടെ മനസ്സിലാക്കേണ്ടത് അതർ തിങ്സ് റിമൈനിങ് സെയിം, മറ്റൊന്നിനും യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു 3 ഘടകങ്ങളാണ്. മറ്റു 3 ഘടകങ്ങൾ നമ്മൾ കണ്ടല്ലോ. പ്രൈസ് ഓഫ് ദ ഗുഡ്സ് പുറമെ പ്രൈസസ് ഓഫ് അതർ ഗുഡ്സ്, മറ്റു വസ്തുക്കളുടെ വില, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനം, അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ, അഭിരുചിയും താല്പര്യങ്ങളും. അതിനൊന്നിനും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ചോദനം ചെയ്യുന്നതിൻ്റെ അളവും ആൻഡ് ഇറ്റ്സ് പ്രൈസ് ആ വസ്തുവിൻ്റെ വിലയും തമ്മിൽ വിപരീത ബന്ധമായിരിക്കും. ദാറ്റ് ഈസ് ഓൾസ് ലോ ഓഫ്, അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം എന്ന് പറയുന്നത്. ചോദന നിയമം ഇത്രേ പറയുന്നുള്ളൂ. വസ്തുവിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ വിലയും, ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവും വിലയും വിപരീത ദിശയിലായിരിക്കും. മറ്റു 3 ഘടകങ്ങൾക്കും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ അതർ തിങ്സ് റിമൈനിങ് സെയിം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾക്ക് ലോ ഓഫ് ഡിമാൻഡ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോ ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഗ്രാഫിക്കൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് മനസ്സിലാക്കുന്നത്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.